ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവാത്മാവിന് സ്തോത്രം, ദൈവാത്മാവിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. ശമന രമന ഹതുരമന ഘടകം, ഹതുരമന ഘടകം. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കായി സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കായി സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കായി സ്തോത്രം, അങ്ങയുടെ ദയയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവിന് നന്ദി, പരിശുദ്ധാത്മാവിന് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം, ദൈവസാന്നിധ്യത്തിനായി സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ. നന്ദി അപ്പ, നന്ദി അപ്പ. താങ്ക് യു ലോർഡ് ജീസസ്, താങ്ക് യു ലോർഡ് ജീസസ്. വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ നാമം വീണ്ടും ഈ സന്ധ്യാസമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ലൈവിൽ ഒരു പ്രാവശ്യം കൂടി അടിയനെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഇതിൻ്റെ അഡ്മിനായിരിക്കുന്ന റോസ്ലിൻ സുരേഷ് ആൻറ്റി, തൻ്റെ കുടുംബം, എല്ലാ നല്ല കർത്തുദാസന്മാർക്കും, ദൈവവേലയിൽ ആയിരിക്കുന്ന എല്ലാവർക്കും, ഇത് വീക്ഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഞാൻ സമയത്തിൻ്റെ ചുരുക്കം മൂലം നമുക്ക് നമ്മുടെ ലൈവ് എത്രയും പെട്ടെന്ന് ആരംഭിക്കാം ഞാൻ ആഗ്രഹിക്കുന്നു. ലൈവിൽ കമൻ്റ് ഇടുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. റോസ്ലിൻ ആൻറ്റി ലൈവിൽ വന്നിട്ടുണ്ട്, ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ വചനത്തിന് ബന്ധനമില്ല. ഈ വചനം കേൾക്കാൻ നമ്മൾ മടി കാണിച്ചാൽ വചനമാണ് ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനത്തിന് ബന്ധനമില്ല. ബന്ധനങ്ങളെ അറുത്തു മാറ്റുവാൻ ശക്തിയുള്ളതാണ് വചനം, ദൈവവചനം. ദൈവത്തോളം ശക്തിയുള്ളതാണ് ദൈവത്തിൻ്റെ വചനം. അങ്ങനെയെങ്കിൽ ആ വചനത്തിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കാം. അതിനു മുമ്പ് നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഓ ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ, ഈ മഹാപാപത്തെ ദൈവമേ ഓർക്കല്ലേ. ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, ക്രൂശിന്മേൽ കാണുന്ന ദാരിദാ, പ്രാണനാഥൻ എന്പേർക്കായി ചാകുന്നു, പ്രാണനാഥൻ എന്പേർക്കായി ചാകുന്നു. ലോകത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ലോകത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ, ദൈവത്തിൻ പൈതലാ ജീവിക്കും ഞാനിനി. ഹല്ലേലൂയ.
കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ലതും മനോഹരമായ നിമിഷത്തിനായി അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു നന്ദി പറയുന്നു കർത്താവേ. അല്പസമയം കർത്താവെ അങ്ങയുടെ മാറ്റമില്ലാത്ത ദൈവശബ്ദം വചനം കർത്താവെ ഈ ലൈവിൽ കൂടി കർത്താവെ അറിയിക്കുവാൻ ദൈവം അവസരം തന്നതിനായി നന്ദി പറയുന്നു കർത്താവെ. ദൈവത്തോളം ശക്തിയുള്ള വചനം കർത്താവെ, ഈ വചനത്തെ അങ്ങ് ശുദ്ധീകരിക്കണമേ കർത്താവെ. സ്തോത്രം. ഈ വചനം ഏത് ആത്മാവിൽ എഴുതിയോ അതേ ആത്മാവിൽ കർത്താവെ അടിയൻ പറയുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ചില ഭവനങ്ങളിൽ ചില വ്യക്തികളുടെ മേൽ വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നീ അത്ഭുതങ്ങളുടെ ദൈവമാണ് കർത്താവെ, നീ ഉദ്ധാരണങ്ങളുടെ ദൈവമാണ് കർത്താവെ. ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവെ. ദൈവമേ, വചനം പറയുന്ന അടിയനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ രക്തത്തിലും ക്രൂശിന്റെ നിഴലിലും അടിയനെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലൈവിൽ കൂടി ദൈവമേ വചനം പറയുമ്പോൾ അനേകയിടത്ത് അത്ഭുതങ്ങൾ നടക്കും, രോഗികൾ സൗഖ്യമാകുവാൻ കർത്താവെ, അനേകർ മാനസാന്തരത്തിലേക്ക് തിരികെ വരുവാൻ കർത്താവെ, അനേക ഭൂതങ്ങൾ വിട്ടുമാറുവാൻ കർത്താവെ, വലിയ അത്ഭുതങ്ങൾ രോഗശാന്തി നടക്കുവാൻ കർത്താവ് അങ്ങനെ ചെയ്യും. ഞങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ അങ്ങ് ചെയ്യും കർത്താവെ. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഞങ്ങൾക്കല്ല കർത്താവെ, ഞങ്ങൾക്കല്ല, തിരുനാമ മഹത്വത്തിനാക്കി ജീവിക്കുവാൻ സഹായിക്കും. തിരുനാമ മഹത്വത്തിനാക്കി എല്ലാം ചെയ്യും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഈ ലൈവ് ചെയ്യണമെന്ന് എനിക്ക് ക്ഷണം കടന്നു വന്നപ്പോൾ ഞാൻ എന്തു സംസാരിക്കുമെന്ന് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ട് ഈ ലൈവിൽ ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ വചനം എടുത്ത് വായിച്ചാൽ അത് അത്രയും നല്ലതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ സാരമില്ല, നിങ്ങൾ ഇത് കേട്ടാൽ മാത്രം മതി. നമ്മൾ ഒരുമിച്ചാണ് വചനത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം 41 നമ്മൾ താഴോട്ട് വായിക്കുമ്പം അതിൻ്റെ 9-8 മുതൽ ഇങ്ങനെ വായിക്കുന്നു. നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഒരു വാക്യവും അതിൻ്റെ 14 ഇങ്ങനെ വായിക്കുന്നു. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കുമെന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിച്ചു കളയുകയും കുന്നുകളെ പതിർപോലെ ആക്കുകയും ചെയ്യും. നീ അവയെ പാറ്റും, കാറ്റവയെ പറപ്പിച്ച് കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. നീയോ യഹോവയിൽ ഘോഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനിൽ പുകഴും. ഈ വചനം എന്ന് പറയുമ്പോൾ, ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, വചനം എന്ന് പറഞ്ഞാൽ ഇത് മാറ്റമില്ലാത്ത ഒന്നാണ്. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോഴും നമ്മുടെ ഒരു വാക്കിനേക്കാളും ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവന്റെ മേൽ പിശാചിന്റെ പരീക്ഷ എടുത്തു വന്നപ്പോഴും പരീക്ഷകനെ അതിജീവിച്ച എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവം വചനം കൊണ്ടാണ് അവനോട് എതിർത്ത് പറയാനിടയായത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കയ്യിൽ ദൈവം തന്നിട്ടുള്ള ആയുധം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ അസ്ഥികൾക്ക് അത് കുളിർമയാണ്. അത് സങ്കീർത്തനക്കാരൻ എങ്ങനെ പറയുന്നു, എൻ്റെ അസ്ഥികൾ മജ്ജയും മേധസ്സും എന്നതുപോലെ തൃപ്തി വരുന്നു എന്നാണ് വചനത്തെക്കുറിച്ച് പറയുന്നത്. ഈ വചനം നമ്മൾ ഭക്ഷിക്കുവാൻ ഇടയാകണം. ഓരോ ദിവസവും നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ദൈവമേ, ഈ വചനത്തിന്റെ പൊരുള് തിരിച്ചു തരുവാൻ അടിയനെ സഹായിക്കണമേ നമ്മൾ പ്രാർത്ഥിക്കണം. ഈ കാലത്ത് ഏറ്റവും രോഗശാന്തി വരമുണ്ട്, എല്ലാ വരങ്ങളും ഉണ്ട്. എന്നാൽ വചനം പറയുന്നിടത്താണ് വിടുതൽ നടക്കുന്നത്. വചനത്തിന് വലിയ 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 പ്രാധാന്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇവിടെ യാക്കോബിനെ കുറിച്ച് പറയുന്നതെന്ന് പറയുമ്പം, യാക്കോബിനെ കുറിച്ച് നമുക്കറിയാം. യാക്കോബിന്റെ പേര് തന്നെ ഉബായി എന്നാണ്. ഉബായ്, യാക്കോബ്. പക്ഷെ യാക്കോബിന്റെ മേൽ വാക്തത്വമുണ്ട്. അതായത് ഇവിടെ പറയുന്ന, നീയോ എൻ്റെ ദാസനായ ഇസ്രായേലെ, ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ, എൻ്റെ സ്നേഹിതനായ അബ്രഹാമിന്റെ സന്തതിയെ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നെ നിരസിച്ചു കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു. കാരണം അബ്രഹാം എന്ന് പറയുമ്പോൾ വിശ്വാസികളുടെ പിതാവെന്നാണ് അവനെ അറിയുന്നത്. അബ്രഹാം എന്ന് പറഞ്ഞാൽ അവൻ ദൈവത്തെ, തേജോമയനായ ദൈവത്തെ, അവൻ കാണാത്ത ദൈവത്തെ അവൻ വിശ്വസിച്ചു. മോശയെ കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ്, അവൻ കാണാത്ത ദൈവത്തെ വിശ്വസിച്ചു. വിശ്വസിച്ചപ്പോൾ ദൈവം അവന്റെ മുമ്പിൽ അത്ഭുതങ്ങളെ ചെയ്തു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ദൈവത്തെ, ഈ വചനത്തെ നമ്മൾ ഇന്ന് കാണുന്നില്ല. കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെ ഒരിക്കൽ കാണും,
ഇയ്യോബ് തന്നെ പറയുന്നുണ്ട്, എന്റെ രക്ഷകനെ ഞാൻ ആ, 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 മണൽ അങ്ങനെ ഒത്തിരി പറയുന്നുണ്ട്. കാരണം എന്ന് ചോദിച്ചാൽ ഈ ഒരു വിശ്വാസമാണ് ക്രിസ്ത്യ ജീവിതത്തിൽ. നമ്മൾ ഒന്നും കണ്ടുകൊണ്ട് ഇറങ്ങി തിരിച്ചവരല്ല. നമ്മൾ ദൈവത്തിന് എപ്പോഴോ ഒരു സുവിശേഷമാണ് നമ്മളെ ഈ രൂപാന്തരപ്പെടുത്തി കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കാനും ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുവാനും നമ്മളെ ഇടയാക്കിയത്. കാരണമെന്ന് ചോദിച്ചാൽ, കാരണം നമ്മുടെ മേൽ ദൈവത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ടായിരുന്നു. ഇതുപോലൊരു തിരഞ്ഞെടുപ്പാണ് അബ്രഹാമിനെ വിളിച്ച് ഇറങ്ങി തിരിച്ചത്. കാരണം എന്ന് വെച്ചാൽ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന, വിഗ്രഹങ്ങളെ ഉണ്ടാക്കി അവന്റെ അപ്പനായ തേരഹിന്റെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുന്നതായിരുന്നു അബ്രഹാമിന്റെ ജോലി. അങ്ങനെ ഇരിക്കുമ്പോൾ അബ്രഹാമിനെ വിളിച്ച് ആ തലമുറയിൽ അബ്രഹാമിനെ വിളിച്ചിട്ട് അബ്രഹാമിനോട് ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, നീ നിന്റെ അപ്പനെ വിടണം. അതായത് അവനെ വിളിച്ച സാഹചര്യം ഒന്ന് തിരിഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവന് എല്ലാം ഉണ്ടായിരുന്നു. അബ്രഹാമിന് അവൻ ബഹുസമ്പന്നനായിരുന്നു അബ്രഹാം. പ്രിയ ദൈവമക്കളെ, നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് വിളിക്കുമ്പോൾ നമ്മുടെ ഒരു നല്ലൊരു അവസ്ഥയിലായിരിക്കും ദൈവം ചിലപ്പോൾ നമ്മളെ ദൈവവേലയ്ക്ക് വിളിക്കുവാൻ ഇടയാകുന്നത്. പ്രിയ ദൈവമക്കളെ, കാരണം എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാം ഉള്ളപ്പോഴും, നമ്മുടെ സാഹചര്യങ്ങൾ ഉള്ളപ്പോഴും, പൈസയ്ക്ക് പണം, പൈസയ്ക്ക് പൈസ, പിന്നെ എല്ലാ സൗകര്യങ്ങളും, ജീവിതത്തിന്റെ സൗകര്യത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ വിളി ചിലപ്പം ഒരാളുടെ മേൽ വരുവാൻ ഇടയാകുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ ദൈവവചന ഈ ലൈവിൽ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ഞാൻ വെറുതെ പറയല്ല. പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ കുടുംബങ്ങളോട് പൂർണ്ണമായി വിളിച്ചു പറയുന്നത്, എന്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ ഇറങ്ങിത്തിരിക്കുക. ദൈവത്തിന്റെ വിളി നിങ്ങളുടെ മേൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒട്ടും താമസിയരുത്. നിങ്ങൾ ആ ദൈവത്തിന്റെ വേല ചെയ്യുക തന്നെ വേണം. ഏതൊക്കെയോ കുടുംബങ്ങളോട്, ഏതൊക്കെയോ അഭിശുദ്ധന്മാരോട്, ഏതൊക്കെയോ ശുശ്രൂഷകരോട് പരിശുദ്ധാത്മാവ് ഒരു പ്രവചന ദൂതായിട്ട് എന്നോട് വിളിച്ചു പറയാൻ പറയുന്നു, ഈ ദിവസം നിങ്ങളുടെ മേൽ ദൈവത്തിന് വിളിയുണ്ടെങ്കിൽ, ദൈവവേല ചെയ്യാൻ നിങ്ങളെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനു വേണ്ടി നിങ്ങൾ സ്റ്റെപ്പ് എടുത്ത് വെക്കുക തന്നെ വേണം. കാരണം എന്ന് ചോദിച്ചാൽ, അബ്രഹാമിനെ വിളിച്ചത് അബ്രഹാമിന്റെ മേൽ ഒരു പ്രത്യേക വിളിയായിരുന്നു. അബ്രഹാമിനെ വിളിച്ചിട്ട് പറഞ്ഞ്, അബ്രഹാമെ, നീ ഇറങ്ങിയേ പറ്റൂ. കാരണം നീ ഇറങ്ങിയാൽ മാത്രമേ എനിക്ക് യേശു എന്ന് പറഞ്ഞ രക്ഷകനെ കൊണ്ടുവരാൻ പറ്റൂ. നിന്റെ ഒരു തലമുറയിൽ കൂടി എനിക്ക് ഒരു രക്ഷകനെ, മശിക എന്ന് പറയുന്ന രക്ഷകനെ എനിക്ക് ഈ ഭൂമിയിൽ ജനിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് അവൻ സകലരുടെയും പാപത്തെ വഹിക്കേണ്ട ആവശ്യമുണ്ട്. അവൻ മനുഷ്യരുടെ പാപത്തിന് പരിഹാരത്തിനായി മരിക്കേണ്ട ഒരു ശുശ്രൂഷ കർത്താവ് ചെയ്യേണ്ടതുണ്ട്. അന്നേരം നോക്കിയപ്പോൾ അബ്രഹാമിനെ, അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേലൊരു വിളി ദൈവം തന്നിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ദൈവം നിങ്ങളോട് ദൈവവേല ചെയ്യണമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒട്ടും വെയിറ്റ് ചെയ്യില്ല. നിങ്ങളെ കൊണ്ട് അനേക രക്ഷിക്കപ്പെടുവാൻ, ഈ രക്ഷയുടെ മാർഗത്തിൽ വരുവാൻ ദൈവം ഇടയാക്കും. അങ്ങനെയെങ്കിൽ നിങ്ങൾ മുഖാന്തരം അവര് രക്ഷകനെ കാണാതെ ഇടയാകരുത്. കർത്താവ് പറയുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ആരെനിക്ക് വേണ്ടി പോകും, ആരെനിക്ക് വേണ്ടി പ്രസംഗിക്കാതെ എങ്ങനെ രക്ഷിക്കപ്പെടും, അയക്കാതെ എങ്ങനെ സുവിശേഷം അറിയിക്കാൻ പറ്റും. പൗലോസ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, സുവിശേഷം അറിയിച്ചില്ലെങ്കിൽ പ്രശംസിക്കാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇതൊരു നിർബന്ധം. ദൈവവേല ചെയ്തില്ലെങ്കിൽ നമ്മൾ ഞാൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് പൗലോസ് പറയാനിടയായത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേലൊരു നിയോഗം ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഭവനക്കാരെ നോക്കരുത്, നമ്മുടെ ചാർച്ചക്കാരെ നോക്കരുത്, നമ്മുടെ ബന്ധുക്കാരെ നോക്കരുത്. നിനക്ക് എങ്ങനെ ദൈവത്തിന്റെ നാമത്തിനു വേണ്ടി പ്രയോജനപ്പെടാൻ പറ്റുമോ ആ രീതിയിലെല്ലാം നിങ്ങൾ പ്രയോജനപ്പെടണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ചിലപ്പം കാരണം എന്ന് വെച്ചാൽ നമ്മൾ പോകേണ്ടിയെടുത്ത് ദൈവത്തിന് പോകാൻ പറ്റത്തില്ല. കാരണം ഒരു കാര്യമുണ്ട്, പ്രിയ ദൈവം ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. ആ ദെക്കപ്പൊലി എന്ന് പറയുന്ന ദേശം, ആ ദെക്കപ്പൊലി ദേശം എന്ന് പറഞ്ഞാൽ ആ ദേശത്ത് ഒരു ഭൂതഗ്രസ്തൻ ഉണ്ടായിരുന്നു. അവൻ അത്ര ലഗിയോൻ ബാധിച്ച അവൻ നാട്ടുകാരാൽ അവനെ ആർക്കും അവനെ അടച്ചിടുവാൻ പറ്റത്തില്ലായിരുന്നു. അവൻ ചങ്ങലയിട്ടാൽ അവൻ ചങ്ങല പൊട്ടിച്ചു മാറ്റും. അവൻ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായിരുന്നു ആ ദേശത്ത്. എന്നാൽ ഞാൻ പറയട്ടെ, യേശു അവന്റെ ആ വാർത്ത എറിഞ്ഞിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി യേശു അവിടെ ആ ദെക്കപ്പൊലി എന്ന് പറയുന്ന ദേശത്ത് അവൻ കാല് ചവിട്ടിയെങ്കിൽ ആ ലഗിയോൻ ബാധിച്ചവനെ ദൈവം ശാസിച്ച് അവനെ വിടുവിച്ചിട്ട് അവനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ആ ലഗിയോൻ ബാധിച്ചവൻ പറഞ്ഞൊരു, കർത്താവൻ, ഞാൻ നിന്റെ കൂടെ വരട്ടെ, ഞാൻ നിന്റെ ശിഷ്യനാകട്ടെ. യേശു അന്നേരം പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയാമോ? നീ വരണ്ട, നീ പോയി നിന്റെ വീട്ടുകാർക്കും നിന്റെ ആ ദേശത്തും കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പറഞ്ഞു. കാരണം എന്താ? അവനെ കൊണ്ട് ദൈവത്തിന് അവിടെ ഒരു പദ്ധതി ഉണ്ടായിരിക്കണം. ഇത് തന്നെയാണ്
ഇതാണ് ദൈവമക്കളായ നിങ്ങളോട് എനിക്ക് വിളിച്ചു പറയാനുള്ളത്. എന്നാൽ നിങ്ങൾ പോകേണ്ടിയെടുത്ത് നിങ്ങൾ തന്നെ പോയാൽ മാത്രമേ പറ്റൂ. അതേസമയം യേശു അവിടെ സുവിശേഷീകരിച്ചിട്ടില്ല. ആ ദേശത്ത് യേശു സുവിശേഷീകരിച്ചിട്ടില്ല. ഈ ദേശത്തിന്റെ ചരിത്രം നമ്മൾ പുറകിലോട്ട് പഠിക്കുവാണെങ്കിൽ ഇസ്രായേൽ മക്കൾ ഇറങ്ങിത്തിരിച്ച കാലഘട്ടത്തിൽ 2 ഗോത്രങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് കടന്നു വരുന്നില്ല. അതായത് ദൈവം ആ കനാൻ ദേശത്തേക്ക് ഞങ്ങൾ കടക്കുന്നില്ല, ഞങ്ങൾ ഈ ദേശത്ത് ഇവിടെ കുറച്ച് ഞങ്ങൾക്ക് താമസിക്കണം, അവിടെ നല്ല ഫലപുഷ്ടിയുള്ള ഒരു സ്ഥലം അവർ കാണുവാനിടയായി. അതായത് ആ യോർദാനിന്റെ ആ സൈഡ് ഈ 2 ഗോത്രക്കാര് മാത്രമാണ് ഈ ദക്കപ്പുലി, അത് ഭാവിയിൽ നമ്മുടെ പുതിയ നിയമത്തിൽ അത് ദക്കപ്പുലി ദേശം എന്ന് അറിയപ്പെടുവാനിടയായി. ആ ദക്കപ്പുലി ദേശത്ത് തന്നെയാണ് ഈ ലെഗിയോൻ എന്ന് പറയുന്ന ഭൂതഗ്രസ്തൻ അവിടെ തന്നെ രൂപപ്പെടുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്തെ എന്തെങ്കിലും ലോക സൗകര്യങ്ങളോ ലോക സുഖങ്ങളോ കണ്ട് നമ്മൾ ആകർഷിച്ച് നമ്മൾ ഈ താൽക്കാലികമായ ഈ ലോകത്തെ തന്നെ നമ്മൾ ചിന്തിച്ച് ഈ ലോകത്തെ കൊണ്ട് നമ്മൾ സന്തോഷം കണ്ടെത്തിയാൽ പ്രിയ ദൈവമക്കളെ, വരും കാലഘട്ടത്തിൽ അത് ഏറ്റവും വലിയ വിപത്തായി മാറും. അതാണ് ലോത്തിനെ ഇറങ്ങിത്തിരിച്ചപ്പോൾ ലോത്തിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഈ ദേശം ഞാൻ നശിപ്പിക്കാൻ പോകുക, നിനക്കുള്ളത് സകലത്തെ എടുത്തുകൊണ്ട് നീ യാത്ര ചെയ്യണം, നീ പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്. പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ അവൾ ഉപ്പ് തൂണാവും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ വന്ന് നമ്മുടെ മേൽ ഒരു വിളി ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ വെച്ച സ്റ്റെപ്പ് മുൻപോട്ട് തന്നെ ആയിരിക്കണം. പിന്നെ ഒരിക്കലും നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കലേ, ലോകത്തിന്റെ മയങ്ങളിലേക്ക് നമ്മൾ വിട്ടു പോവാൻ ഇടയാകരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്തിലായിരുന്നപ്പോൾ ദൈവം പറഞ്ഞൊരു കാര്യം വേണ്ടി, നിങ്ങളെ ഈ ലോകത്തിൽ നിന്ന് ഞാൻ വിലയ്ക്ക് വാങ്ങിയെന്നാ പറയുന്നത്. ലോകത്തിൽ നിന്ന്, ലോകക്കാരിൽ നിന്ന് നിങ്ങളെ ഞാൻ വിലയ്ക്ക് വാങ്ങി. അങ്ങനെയെങ്കിൽ നമ്മുടെ പഴയ ജീവിതത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോലും ഈ സുവിശേഷം അറിയിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ ഈ വചനം പറയുന്ന, ഞാൻ പൂർണ്ണനായതുകൊണ്ട് നിങ്ങളോട് സുവിശേഷം പറയുകയല്ല. ഞാൻ പൂർണ്ണൻ എന്ന് പറഞ്ഞാൽ ഞാനായിരിക്കും ഏറ്റവും വലിയ കള്ളൻ. ഒരിക്കലും ആ ഒരു കുറ്റം, ആ ഒരു പാപം എന്റെ മേൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മനുഷ്യനും നീതിമാനില്ല. പക്ഷെ എന്നാൽ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ ലോകത്തിലാ ജീവിക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞ് അത് തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാനൊന്ന് പറയട്ടെ, നമ്മൾ ഈ കടലിൽ നിന്ന് ഒരു മത്സ്യത്തെ പിടിച്ചെന്ന് വെച്ചോ, കടലിൽ നിന്ന് കുറച്ച് മത്സ്യത്തെ പിടിച്ച് നമ്മളത് വീട്ടിൽ കറി വെക്കാൻ നേരത്ത് അതിന്റെ മേൽ നമ്മൾ വീണ്ടും ഉപ്പിട്ട് കഴുകത്തില്ലേ? അതെന്തുകൊണ്ടാ ഉപ്പിട്ട് കഴുകുന്നത്? കാരണം ഈ കടലിലെ വെള്ളത്തിൽ കിടക്കുന്നതിന് എന്തിനാ ഉപ്പിടേണ്ട ആവശ്യം? അതുപോലെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ലോകത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ലോകത്തെ ഒരു പാപങ്ങളും നമ്മുടെ മേൽ അവകാശം പറയാൻ ഇടയാകരുത്. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ലോകത്തിലുള്ളതല്ല ഉയരത്തിലുള്ളത് ചിന്തിപ്പിൻ. നമ്മൾ ഓരോ ദിവസവും ഉയരത്തിലുള്ളത് ചിന്തിക്കണം. നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ പറയുന്ന ഇങ്ങനെയാണ്, അബ്രഹാമിനോട് ചെയ്ത ഒരു വാഗ്ദത്തം. പ്രിയ ദൈവമക്കളെ, നമ്മളെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ച് നമ്മളെ ഇറക്കി തിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു വാഗ്ദത്തം തരും. ഈ വാഗ്ദത്തം ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തിൽ ലോകത്തെന്ന് പറഞ്ഞാൽ ക്രിസ്തുയേശുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് വാഗ്ദത്തം തരാതെ ദൈവം ആരെയും വിളിച്ചിട്ടില്ല. ഈ വാഗ്ദത്തം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വാഗ്ദത്തം എന്താ? പരിശുദ്ധാത്മാവിനെയാണ് ദൈവം നമുക്ക് തന്നത്. ആ വാഗ്ദത്തം, അതായത് നമ്മൾ നിത്യത അവകാശമാക്കണം. ഈ ലോകത്തെ എന്തെങ്കിലും നമ്മൾ പ്രാപിച്ച് ഇവിടെ തന്നെ ഒതുങ്ങിപ്പോവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് നമ്മളെ വിളിക്കുമ്പോൾ, ഈ യാക്കോബിനെ തന്നെ വിളിക്കുമ്പോൾ യാക്കോബിന്റെ വിളിയുടെ ലക്ഷ്യം എന്താ? നമ്മൾ വായിച്ചതുപോലെ യാക്കോബിനോട് പറഞ്ഞ, ഞാൻ തിരഞ്ഞെടുത്ത എന്റെ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നിന്നെ ഞാൻ ഉപേക്ഷിച്ച് കളയത്തില്ല. അതാ പറയുന്നത്, ഞാൻ നിന്നെ നിരസിച്ച് കളയാതെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ഭൂമിയുടെ അറ്റത്ത് നിന്നും എടുക്കുകയും അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്, പുഴുവായ യാക്കോബെ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിച്ചു കളയുകയും കുന്നുകളെ പതിറുപോലെ ആക്കുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, ഇതാണ് യാക്കോബിനോട് പറഞ്ഞ വാഗ്ദത്തം. കാരണം അവനെ പുതിയത് മൂർച്ചയേറിയ വായ്ത്തലയുള്ള മെതിവണ്ടിയാക്കി മാറ്റും. മെതിവണ്ടി എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ കാണുമല്ലോ ഈ റോഡിലൊക്കെ കാണുന്ന മെതിവണ്ടികൾ. കാരണമെന്ന് ചോദിച്ചാൽ ഇതിന് ഭയങ്കര ബലമാണ്, ഒരു അസാധാരണ ബലം ഈ വണ്ടിക്കുണ്ട്. സാധാരണ ഒരു വണ്ടിയല്ല. ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതമായ വിഷയങ്ങളെ ഈ മെതിവണ്ടി ഇതിനെ തകർത്ത് ഇതിനെ കാൽക്കയിലാക്കും. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ
വരുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന ആ ആ ആ ആ പ്രയാസം, അല്ലെങ്കിൽ ആ മരുഭൂമി പോലെ നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ കുന്നുകൾ, ഇതിനെ നമ്മൾ ഇടിച്ച് മെതിവണ്ടി പോലെ ഇതിനെ നമ്മൾ ഇടിച്ച് മെതിച്ച് യാത്ര ചെയ്യണം. അതിനെന്തോ വേണമെന്ന് ചോദിച്ചാൽ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വേണം. ഈ അഭിഷേകം ഇല്ലാതെ ഒരു നിമിഷം പോലും നമുക്ക് ഈ ക്രിസ്തീയ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഈ അഭിഷേകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഭിഷേകമാണ് ഇതിനായി നമ്മളെ സഹായിക്കുന്നത്. ഇവിടെ പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കും, കുന്നുകളെ പതിരുപോലെ ആക്കുകയും ചെയ്യും, നീ അവയെ പാറ്റും. കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ അവയെ പാറ്റുമെന്ന. പ്രിയ ദൈവമക്കളെ, നമ്മൾ പിശാച് നമ്മുടെ മുമ്പിൽ പരീക്ഷകളും കഷ്ടങ്ങളും കൊണ്ടുവരുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ എനിക്ക് കഴിവില്ല, നീ ചെയ്തോണേ, എല്ലാം നീ ചെയ്തോണേ. അങ്ങനല്ല ഇവിടെ വചനം പറയുന്നത് നീ അവയെ മെതിക്കും. അതായത് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. കാരണം എന്ന് ചോദിച്ചാൽ ഇത് സഭയുടെ ഉത്തരവാദിത്വം. കർത്താവിന്റെ യേശുവിന്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങി യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായിട്ട് സ്വീകരിച്ച നമ്മൾ സഭയുടെ അംഗമായി കഴിഞ്ഞാൽ ദൈവം നമ്മളെ കൊണ്ട് പല പ്രവൃത്തികൾ ചെയ്യിക്കുവാൻ ഇടയാകുന്നത്. അന്നേരം പ്രിയ ദൈവമക്കളെ, ആരോടൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായിട്ട് ഏതൊക്കെയോ വ്യക്തികളോട് പേര് വിളിച്ച് തന്നെ പരിശുദ്ധാത്മാവ് ദൂത് പറയാൻ എന്നോട് പറയുന്നു. നിങ്ങളെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സന്നിധി നിങ്ങൾ താന്നിരുന്ന് ദൈവത്തിന്റെ കൃപ പ്രാപിക്കുമെങ്കിൽ നിങ്ങളെ വരും കാലങ്ങളിൽ ദൈവത്തിന്റെ നന്മ സുവിശേഷീകരിക്കുക. അതായത് പറഞ്ഞ പുഴുവായ യാക്കോബെ, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ തിരഞ്ഞെടുക്കുന്നു, ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതുമായി മെതിവണ്ടി ആക്കും. നിങ്ങളുടെ നാവിനെ, നിങ്ങളുടെ ശബ്ദത്തെ, നിങ്ങളുടെ മേൽ വചനത്തിന്റെ ആത്മാവിനെ ദൈവം പകർന്നുകൊണ്ട് അനേക കുന്നുകളെ മെതിച്ചു കളയാൻ പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ കുടുംബങ്ങളെ, ഏതൊക്കെയോ കർത്തുദാസിമാരെ ഉപയോഗിക്കാൻ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് ആലോചന വിളിച്ചു പറയാൻ പറയുന്നു. അടഗജനഘടക ശംദര ജഗൽ ഖമനഘടക റംധൽ ജന റമഹ ഹസ്തര ജഗദനഘടക സിയന്തന. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പരിശുദ്ധാത്മാവായ ഒരു അസാധാരണമായ സാന്നിധ്യം വെളിപ്പെടുത്തുക കർത്താവേ. ഈ ലൈവിലൂടെ കേൾക്കുന്നവരുടെ മേൽ ഒരു അസാധാരണമായ ദൈവത്തിന്റെ തീ കത്തട്ട് കർത്താവേ. ഉടമനഘടക സംദര ജഗദനഘടക ശംദൽ ഖമനഘടകം, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒരു അസാധാരണമായ ദൈവത്തിന്റെ ശക്തി കർത്താവേ ദൈവമേ ഈ ജനത്തിന്റെ മേൽ അയക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യാക്കോബിനോട് പറഞ്ഞതുപോലെ, യാക്കോബെ ഇസ്രായേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട, പുഴുവായ യാക്കോബെ. അങ്ങനെയാണ് പറയുന്നത്, പുഴുവായ യാക്കോബെ. നമുക്ക് പുകഴുവാനൊന്നുമില്ല. ദൈവത്തിന്റെ കണ്ണിൽ അവൻ വെറും പുഴുവാണ്. അവൻ അതെന്ന് ചോദിക്കുമ്പോൾ അവൻ ആ അമ്മായപ്പനെ കബളിപ്പിച്ചവൻ, അവന്റെ സഹോദരനെ കളിപ്പിച്ചവൻ, ഇതെല്ലാം കളിപ്പിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ വന്നപ്പോൾ അവനെ ദൈവം കാണുന്ന ആ കാണുന്നെങ്ങനാണെന്നറിയാമോ? അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം, അതാണ് യാക്കോബിന്റെ മേൽ ഇടയായത്. യാക്കോബിന് നമ്മളൊരു പാട്ടുണ്ടല്ലോ ഇങ്ങനെ, തീയിൽ കൂടി കടന്നാൽ അത് നിന്നെ വെന്തു പോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല, വെള്ളത്തിൽ കൂടി കടന്നാൽ നദി നിന്റെ മേൽ കവിയുകയില്ല. ഏതൊക്കെയോ കുടുംബത്തിന്റെ മേൽ നദി പോലെ ഒഴുക്കിക്കളയുവാൻ, അതായത് ആ നദി പോലെ വെള്ളം ആ പ്രാണനോളം എത്തിയാലും പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ കുടുംബങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങളുടെ പ്രാണനെ അത് തൊടുകയില്ല, പ്രാണനെ തൊടുകത്തില്ല എന്ന് വെച്ചാൽ ഈ സമുദ്രത്തിലെ വെള്ളത്തിനെ ദൈവം അതിർവരം വിട്ട് കാക്കുന്നത് പോലെ നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ പരിശുദ്ധാത്മാവ് കാക്കുമെന്ന് പരിശുദ്ധാത്മാവ് എന്നോട് ആലോചന വിളിച്ചു പറയാൻ പറയുന്നു. കടലിനോട് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, കടലെ നിനക്ക് ഇതുവരെ വരാം, ഈ ദൈവം വെച്ചിരിക്കുന്ന ഇതിനപ്പുറമായി കയറരുത്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്നാലും പിശാചിന്റെ പദ്ധതികൾ കടന്നു വന്നാലും അതിന് ഒരു ലൈൻ ഉണ്ട്, അതിനപ്പുറത്തോട്ട് അത് ക്രോസ് ചെയ്യത്തില്ല. അതിനപ്പുറത്തോട്ട് ക്രോസ് ചെയ്യണമെങ്കിൽ അത് ദൈവം പറഞ്ഞിട്ടല്ലാതെ ക്രോസ് ചെയ്യത്തില്ല. യാക്കോബിനോട് പറഞ്ഞ ഇതാണ്, നീ വെള്ളത്തിൽ കൂടി കടന്നാൽ നദി നിന്റെ നേരെ കവിയുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. അഗ്നിജ്വാല പോലെ ഉള്ള ഏതെങ്കിലും വിഷയങ്ങളിൽ കൂടി ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ നിങ്ങളുടെ ജീവനെ അത് ദഹിപ്പിച്ച് കളയത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുവാൻ ഇടയാകുന്നുണ്ട്? ഈ വചനം എന്നോടാ പറയുന്നതെന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിൽ തോന്നുന്നെങ്കിൽ നിങ്ങൾ ആമേനെന്ന് പറഞ്ഞ് വിശ്വസിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം ശക്തിയായി വെളിപ്പെടുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതിന്റെ താഴോട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ അവയെ പാറ്റും, കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോകും, ചുഴലിക്കാറ്റ് അവയെ ചിതറിച്ചു കളയും. കാറ്റെന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ് പരിശുദ്ധാത്മാവാണ്. നിങ്ങൾ ചെയ്യാനുള്ള അങ്ങ് ചെയ്താൽ മതി. അതായത് നിങ്ങൾ പിശാചിനെ അടിച്ച് മെതിച്ച് പൊടിച്ചിട്ട് കൊടുത്താൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തോളും. ഈ കാറ്റ് പരിശുദ്ധാത്മാവാണ്. ഈ കാറ്റ് എവിടെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ, ഈ കാറ്റ് അടിച്ചവരുടെ ജീവിതം മാറിയിട്ടുണ്ട്. ഈ കാറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഈ കാറ്റ് ആ ശത്രുവിനെ ചിതറിച്ച് പാറ്റി ആ ദേശത്ത് നിന്ന് ഈ ദേശത്ത് നിന്ന് മാറ്റിക്കളയാൻ ഇടയാകും. പല കാറ്റുകളെ കുറിച്ച് നമ്മൾ വചനത്തിൽ പഠിക്കുവാൻ ഇടയാകുന്നുണ്ട്. ഒരു കാറ്റെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കൾ ചെങ്കടലിൽ നിന്നപ്പോൾ ചെങ്കടലിനെ രണ്ടായി വിവാഹിച്ച് കഴിഞ്ഞിട്ട് അവിടെ ആ നല്ലൊരു നിലമാവുവാൻ വേണ്ടി അവിടെ ഒരു കാറ്റടിച്ച്, അതിനുശേഷം പിന്നെ ഒരു കാറ്റെന്ന് ചോദിച്ചാൽ ലിവ്യാതാന്റെ തലയെ തകർത്തിട്ടൊരു കാറ്റടിച്ച്. ഈ കാറ്റടിച്ചപ്പോൾ കാടപ്പക്ഷികളെ അവർക്ക് കൊടുക്കുവാനിടയായി. പ്രിയ ദൈവമക്കളെ, പിന്നെ ഈ കാറ്റിനെ കുറിച്ച് പറയുന്നത് എന്ന് ചോദിച്ചാൽ പരിശുദ്ധാത്മാവിന്റെ കാറ്റ്. അതായത് 120 പേര് മർക്കോസിന്റെ മാളികയിൽ കാത്തിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ആത്മാവ് ഒരു കാറ്റെന്ന പോലെ ഒരു കൊടിയ ശബ്ദമുണ്ടായി. അവര് ഇരുന്ന മുറി മൊത്തം നിറയ്ക്കുവാനിടയായി. അങ്ങനെ അവരുടെ മേൽ ഈ സാന്നിധ്യം വരുവാനിടയായി. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ ആ പൊടിച്ച് മെതിച്ച് ഇട്ടാൽ മാത്രം മതി. പരിശുദ്ധാത്മാവ് ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ പദ്ധതി ദൈവം വെളിപ്പെടുത്തുമെന്ന് ആരോടൊക്കെയോ ആലോചന വിളിച്ചു പറയാൻ എന്നോട് പറയുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് ചോദിച്ചാൽ ശിഷ്യന്മാരോട് ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പറയണം. അതിനെന്തോ വേണം? ആദ്യം പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കണം. ആരെങ്കിലും ഈ പരിശുദ്ധാത്മാവിനെ, വാക്തത്വമായ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാനുണ്ടെങ്കിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, നിങ്ങൾ ഇരിക്കുന്ന മുറിയിൽ ദൈവത്തിന്റെ സാന്നിധ്യം വന്ന് നിങ്ങളെ നിറയ്ക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിന് പദ്ധതിയുണ്ട്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ഒരു വാക്യം ഇങ്ങനെയുണ്ട്: ദാഹിക്കുന്ന ഏവനും എൻ്റെ അരികിൽ വരട്ടെ, ദ്രവ്യാഗ്രഹമില്ലാത്തവനെല്ലാം എൻ്റെ അടുത്ത് വരട്ടെ. ഇതാണ് പറയുന്നത്. ഇത് പൈസ കൊണ്ട് ഇത് സമ്പാദിക്കാൻ പറ്റില്ല. നമുക്ക് ഈ ലോകത്ത് പണം കൊടുത്താൽ കിട്ടാത്ത ഒന്നുമില്ല. പണം കൊടുത്താൽ കാറ് കിട്ടും, വീട് കിട്ടും, സൗകര്യങ്ങൾ കിട്ടും, രോഗം വന്നാൽ ചികിത്സിക്കാം. ഇതെല്ലാം പൈസ കൊടുത്താൽ കിട്ടും. എന്നാൽ പൈസ കൊടുത്താൽ കിട്ടാത്ത ഒന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. ഇതിന് നമ്മൾ വില കൊടുക്കണം. ഇതെങ്ങനെന്ന് ചോദിച്ചാൽ ക്രിസ്തു യേശുവിനെ വിശ്വസിക്കണം. യേശു എൻ്റെ പാപങ്ങൾക്കാണ് മരിച്ചതെന്നും യേശു കാൽവറിയിൽ തകർക്കപ്പെട്ട് അവൻ പിതാവിന്റെ വലതുഭാഗത്ത് പോയത് എന്തിനെന്ന് ചോദിച്ചാൽ വാക്തത്വ വിഷയമായ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തരാനാണ്. യേശു ശിഷ്യന്മാരുടെ മേൽ ഊതിയിട്ട് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീനെന്ന് പറഞ്ഞു. എന്നിട്ട് ആ ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ് ദൈവാത്മാവ് കൈമാറിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുമെങ്കിൽ ആ ഒരു ദൈവശക്തി വീണ്ടും നിങ്ങളുടെ മേൽ അയക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതായത് ആ യാക്കോബിനോട് പറഞ്ഞതുപോലെ നിന്റെ ശത്രുവിനെ നീ മെതിച്ചിട്ടതിനെ, അല്ലെങ്കിൽ നീ മെതിച്ച് തകർത്തതിനെ കാറ്റ് വരുമ്പോൾ അതിനെ പതറിച്ച് പാറ്റിക്കളയാൻ ഇടയാവും. പ്രിയ ദൈവമക്കളെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആ ശത്രുവിനെ, ആ ഏറ്റവും നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ആ വിഷയത്തിന്മേൽ മെതിച്ച് കളഞ്ഞിട്ട് അതിനെ പാറ്റിക്കൊണ്ടു പോകുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതായത് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ദൈവം ആ ദുഷ്ടൻ നിന്ന സ്ഥലം പിന്നെ നിങ്ങളവിടെ കാണുകയില്ല. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ തലമുറകൾക്കെതിരെ, നിങ്ങളുടെ ശുശ്രൂഷക്കെതിരെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിനെതിരെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾക്കെതിരെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ കാറ്റ് അടിക്കുവാണെങ്കിൽ ആ വ്യക്തികളെ അവിടെ നിന്ന് മാറ്റിക്കളയാൻ പോലും ഈ കാറ്റിന് പറ്റും. ഇതെന്ന് ചോദിച്ചാൽ ഇത് കൊടിയ കാറ്റാണ്. ഈ കാറ്റാണ് ഫറവോനെ സൈന്യത്തെ ചെങ്കടലിൽ മുക്കിയത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്താൽ, ഞാൻ പറഞ്ഞതുപോലെ ആരെങ്കിലും ദൈവത്തിന്റെ വേല ചെയ്യണമെന്ന ആഗ്രഹം വിളി ഉണ്ടായിട്ടും നിങ്ങൾ ഉൾമറിഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും പോവുകയാണെങ്കിൽ ഈ വേലയിലേക്ക് നിങ്ങൾ മുഖാന്തരം രക്ഷിക്കപ്പെടേണ്ട ആരൊക്കെയോ ഈ വചനം കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ കടന്നു പോകും. പൗലോസ് പറഞ്ഞതുപോലെ ദൈവം പറഞ്ഞതുപോലെ ആരെനിക്ക് വേണ്ടി പോകും. യശയാവ് പറഞ്ഞൊരു കാര്യം, ഇരമ്യാവിന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ബാലനല്ലോ. അപ്പൊ യഹോവയുടെ ആത്മാവ് എന്നോട് പറഞ്ഞ ഇങ്ങനാണ്: നീ ബാലൻ എന്ന് പറയരുത്. നിന്റെ നാവിനെ എന്റെ കരങ്ങളിൽ തന്നാൽ നിന്റെ നാവിനെ ഞാൻ ഉപയോഗിക്കും. ആ നാവ് നീ അനേക രാജ്യങ്ങളോട് പ്രവചിക്കേണ്ടിയെന്നുണ്ട്. നീ ബാലൻ എന്ന് പറയല്. നിന്റെ വായിൽ ഞാൻ എൻ്റെ വചനത്തെ തരും. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ അഭിഷിക്തന്മാരുടെ വായിൽ പരിശുദ്ധാത്മാവിന്റെ വചനം കൊണ്ട് നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ കർത്താവ്. ഒരു അസാധാരണമായ ദൈവസാന്നിധ്യം ഇപ്പോൾ ഈ ലൈവിന്മേൽ കർത്താവ് ഈ വ്യക്തികളുടെ മേൽ ഇറങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടക ജനഘടക ശംദര ജഗദന ഹസ്തുര വൈഡമന ഹന്തൽ കമന ഘടക സിയന്തന യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ഇരമ്യാവിന്റെ മേൽ പകർന്ന കർത്താവ്
വചനത്തിന്റെ ശുശ്രൂഷ കർത്താവെ, അതരത്തിന്മേൽ വചനം കൊടുക്കട്ടെ കർത്താവെ, സംസാരിക്കുമ്പോൾ വാക്കുകൾക്ക് പകരം വചനം കവിഞ്ഞു വരട്ടെ കർത്താവെ. അങ്ങനെ ഒരു അനോയിന്റിങ് കർത്താവ് ഈ കാലഘട്ടത്തിൽ കർത്താവ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ചില അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവെ, ചില രോഗികൾ സൗഖ്യമാകട്ടെ കർത്താവെ, ചില അന്യാരാധനയുടെ മണ്ഡലങ്ങൾ തകർന്നു മാറട്ടെ കർത്താവെ. അങ്ങനെയെങ്കിൽ ആ ദെക്കപ്പുലി അതുകൂടെ ഒന്നുകൂടെ ഞാൻ അതിനെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആ ദെക്കപ്പുലി ദേശം എന്ന് പറഞ്ഞാൽ ആ ദേശത്തെ ഒരു കാലത്ത് ഒരു ഭയപര എല്ലാവരും ആ ദെക്കപ്പുലി ദേശം എന്ന് കേൾക്കുമ്പോൾ ഈ ഭൂതഗ്രസ്തന്റെ കാര്യമാണ് അവിടെ അറിയുവാൻ ഇടയാകുന്നത്. ഈ ഭൂതഗ്രസ്തനെ കൊണ്ടാണ് ആ ദേശം ഭയന്നിരുന്നത്. അവിടുത്തെ ആൾക്കാർ ആ ദേശത്തെ ഭയന്നിരുന്നത് ആ ദെക്കപ്പുലി ദേശമാണ്. ഒരു കാലത്ത് ആ രണ്ട് ഗോത്രങ്ങള് അവിടെ താമസിച്ച് ആ ദേശം തിരഞ്ഞെടുത്തതാണ്. പിന്നത്തെ കാലത്ത് ആ ദേശം ഒരു ഭൂതത്തിന്റെ കയ്യിൽ ആ ഭൂതഗ്രസ്തനാവുവാൻ ഇടയായത്. പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവഹിതമില്ലാതെ തിരഞ്ഞെടുക്കുന്ന പലതും വരുന്ന ഭാവി കാലങ്ങളിൽ ദൈവത്തിന് ഹിതമില്ലാതെ നമ്മൾ എടുക്കുന്ന പല സ്റ്റെപ്പുകളും നമ്മുടെ തകർച്ചയ്ക്കും ഭാവിയിലെ ഒരു പരാജയത്തിനും കാരണമാവാൻ കഴിയുമെന്ന് നിങ്ങൾ ഓർക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ അല്പസമയം നമുക്ക് എന്തെങ്കിലും കിട്ടുന്ന ഒരു സന്തോഷത്തിനോ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയെ നമ്മൾ അല്പസമയത്തേക്ക് നമ്മൾ അതിനെ മാറ്റിക്കളഞ്ഞാൽ, നമ്മൾ ഈ ചെവി കൊണ്ട് കേട്ടിട്ട് അപ്പുറത്തെ ചെവി കൊണ്ട് നമ്മൾ കളഞ്ഞാൽ അത് വലിയൊരു ദോഷത്തിന് കാരണമാവും. അത് ചില തലമുറകളുടെ നാശത്തിന് കാരണമായി തീരുമെന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ ആലോചന പറയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഡിസിഷൻ എടുക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നേരത്ത് നമ്മൾ ചിന്തിക്കുമില്ലേ? മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ചിന്തിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുള്ളൂ. മൃഗങ്ങൾ അങ്ങനെ ചിന്തിക്കത്തും കാര്യമൊന്നുമില്ല. അവർക്ക് പരിജ്ഞാനമില്ല, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പക്ഷേ മനുഷ്യർക്കാണ് അങ്ങനെ ഒരു വരം ദൈവം തന്നത്. പക്ഷേ നമുക്ക് നല്ലത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ആ ദെക്കപ്പുലി ദേശം പിന്നെ ഒരു ഭൂതഗ്രസ്തന്റെ ആ നാടായി അവിടെ അറിയപ്പെട്ടെങ്കിൽ, പക്ഷേ ദൈവം അവനെ കളയുന്നില്ല. ദൈവം അവനെ അവിടുത്തെ ഒരു സുവിശേഷകനാക്കി മാറ്റുന്നുണ്ട്, അവനെ ആ ദേശത്ത് അവന്റെ കുടുംബത്തിൽ. പക്ഷെ ആ കുറച്ച് നാളത്തേക്ക് അവരൊരു ഭീതി പരത്തുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പുകളും നമ്മൾ ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യകരമാണ്. ഞാൻ ആരോഗ്യ പ്രബോധിപ്പിച്ച് ദൂത് പറയുകയാണ്. നിങ്ങൾ ലോകത്തിന്റെ സുഖങ്ങളിലോ ഇതിങ്ങളിലോ നിങ്ങൾ പോകുവാണെങ്കിൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് സന്തോഷമെന്ന് തോന്നാം, പക്ഷെ നാളത്തെ ദിവസങ്ങളിൽ അത് പരാജയത്തിന് കാരണമായി തീരും. അങ്ങനെയെങ്കിൽ നിങ്ങൾ മടങ്ങി വരണം, വചനത്തിലേക്ക് മടങ്ങി വരണം. വചനവിരുദ്ധമായി എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ കർത്താവെ, ഞാനത് ഏറ്റുപറയുന്നു. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ, അങ്ങയുടെ രക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ, അങ്ങയുടെ ഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നടന്നാൽ മതി. യേശു പോലും പ്രാർത്ഥിച്ച ഒരു കാര്യം ഇങ്ങനെയാണ്: പിതാവേ, ഈ പാനപാത്രം കഴിയുമെങ്കിൽ മാറ്റിത്തരണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ. ഈ പാനപാത്രം ഞാൻ കുടിക്കണമെന്നാണ് നിന്റെ ഹിതമെങ്കിൽ അത് എൻ്റെ മേൽ നടക്കണം. അങ്ങനെയാണ് യേശു ക്രിസ്തു പറയുവാൻ ഇടയായത്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ ഹിതത്തിനാ നമ്മൾ സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ ഹിതം കേട്ടാ നമ്മൾ യാത്ര ചെയ്യുന്നെങ്കിൽ ഒരിക്കലും നമ്മൾക്ക് പരാജയം നമ്മൾ അനുഭവിക്കത്തില്ല. പരാജയം എന്തെന്ന് പോലും നമ്മൾ അറിയുവാൻ ഇടയാകത്തില്ല. ദൈവഹിതമില്ലാതെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും നാശത്തിന് കാരണമായി തീരും. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഹിതം എന്നിൽ വെളിപ്പെടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഈ ലൈവിലൂടെ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. അടഗജനഘടക ശന്തര ജഗടകസിയ അർത്ഥര വൈഡ പ്രഭാജഘടകസിയ അന്തന. നിങ്ങളുടെ ഹിതം, അതായത് പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നത്, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ, എൻ്റെ ഹിതം പോലെ അല്ലേ എൻ പിതാവേ എൻ്റെ ഹോവേ, നിന്റെ ഹിതം പോലെ എന്നെ നിത്യം നടത്തിടണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഇതുപോലൊരു പ്രാർത്ഥനയാണെങ്കിൽ ഈ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട്. ഈ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. യേശു ക്രിസ്തു തന്നെ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇതാണ്. ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ ഹിതമല്ലപ്പ, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഹിതങ്ങളുണ്ട്, പക്ഷെ ആ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണ്ട. അപ്പന്റെ ഹിതം എന്തോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറിയാൽ മതി. ആ ദൈവഹിതം ഞങ്ങളുടെ മേൽ നിറവേറിയാൽ അത് ഏറ്റവും നല്ലതായിരിക്കും. യേശുവിന് വേണമെങ്കിൽ പറയാമായിരുന്നു, യേശു ദൈവമായിരുന്നു, ഈ ഭൂമിയിൽ അവന് ദൈവത്വം ഉണ്ടായിരുന്നു, മനുഷ്യനാകുന്നത് പോലെ തന്നെ യേശു ദൈവവും കൂടിയായിരുന്നു. ദൈവത്തിന് വേണമെങ്കിൽ ഈ കാൽവറി മരണത്തിൽ നിന്ന് ദൈവത്തിന് മാറിപ്പോകാൻ പറ്റും. അല്ലെങ്കിൽ ആ യേശുവിനെ പിടിക്കാൻ വരുന്ന സമയത്ത് തന്നെ രണ്ടുപേർ ഇടറി വീണു. അവന്റെ മേൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എണ്ണിച്ചു വന്നപ്പോൾ ദൈവശക്തി അവന്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവനെ പിടിക്കാൻ വന്നവർ വീണെന്ന് തെറിച്ചു പോയെന്ന് പറയുന്നുണ്ട്. യേശുവിന് വേണമെങ്കിൽ ഈ ക്രൂശീകരണം നിസ്സാരമായിട്ട് മാറ്റിക്കളയാം, പക്ഷെ ദൈവം അത് മാറ്റിക്കളയാൻ ഇടയായില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രൂശുകൾ ദൈവം അനുവദിച്ച് ദൈവത്തിന്റെ ഹിതത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വന്നു ഭവിച്ചാൽ അത് മാറിപ്പോവാൻ പ്രാർത്ഥിക്കരുത്. അതിൽ കൂടി ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ
പദ്ധതിയിൽ ദൈവം പൂർത്തീകരിപ്പിക്കാൻ ദൈവത്തെ കൊണ്ട് പറ്റും. അതാണ് പൗലോസ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. പൗലോസ് പ്രാർത്ഥിച്ച ഇങ്ങനെയാണ്, ദൈവമേ ഈ ശൂലം എന്നിൽ നിന്ന് മാറ്റണമേ. അന്നേരം ദൈവം പറഞ്ഞ ഒരു കാര്യമുണ്ട്, പൗലോസെ ആ ശൂലം അവിടെ ഇരുന്നോട്ട്, ആ ശൂലം ഇരിക്കുമ്പോൾ തന്നെ നിന്റെ മേൽ ഞാൻ എൻ്റെ ദൈവശക്തി പകരും. അവൻ 3 തവണ പ്രാർത്ഥിച്ചു. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിന്റെ ബലഹീനതയെ തികഞ്ഞു വരും. അങ്ങനെയെങ്കിൽ ആ ദൈവഹിതത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കുമെങ്കിൽ യാക്കോബിനോട് പറഞ്ഞതുപോലെ, യാക്കോബെ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ അബ്രഹാമിനോട് ചെയ്ത ആ ഉടമ്പടി കാരണം നിന്നെ എനിക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. നമ്മുടെ മേൽ വന്ന ഉടമ്പടി എന്തുവാ? നമ്മുടെ മേൽ പകർന്ന ഉടമ്പടി യേശുവിന്റെ രക്തമാണ്. യേശു നമുക്ക് വേണ്ടി വില മുടക്കി. ആ ഒരു വിലയാണ് നമ്മൾ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആരും കുറഞ്ഞവരല്ല, നിങ്ങൾ ആരും തകർന്നവരല്ല, നിങ്ങൾ ആരും ശാപം അനുഭവിക്കാൻ വിളിച്ചവരല്ല, നിങ്ങളെല്ലാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെയെങ്കിൽ ഈ അനുഗ്രഹം എന്താ? യേശുവിന്റെ രക്തം മൂലം ഞാൻ നീതീകരിക്കപ്പെട്ടു. യേശുവിന്റെ കൃപ എൻ്റെ മേലുണ്ട്. അതുകൊണ്ട് പിശാചിനോ പാപത്തിനോ മരണത്തിനോ ഈ ലോകത്തിലുള്ള ഒന്നിനും ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപിരിക്കാൻ പറ്റത്തില്ല. ആ ഒരു വിശ്വാസം, ആ ഒരു ധൈര്യവും നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ഈ ക്രിസ്തീയ ജീവിതത്തിൽ ജയോത്സവകരമായി നടക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ സഹായിക്കും. കർത്താവ് തൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കടന്നു വരുമ്പോൾ നമ്മൾ യേശുവിന്റെ കൂടെ താമസിക്കുന്ന ഒരു കാലം ഏറ്റവും സമീപസ്ഥമായി തീർന്നു. ഈ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നത് വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ മടങ്ങി വരവാണ്. അത് ഏത് സമയം സംഭവിക്കാം, അത് എപ്പോഴെന്ന് അറിയത്തില്ല. യേശു പറയുന്നത്, ഞാൻ കള്ളൻ വരുന്നത് പോലെ കടന്നു വരും. കള്ളൻ വരുന്ന യാമം എപ്പോഴെന്ന് നമ്മൾ അറിയുന്നില്ല. കള്ളൻ വരുന്ന എപ്പോഴെന്ന് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ ഉണർന്നിരിക്കും. കള്ളൻ വരുവാൻ നമ്മൾ അനുവദിക്കത്തില്ല. അങ്ങനെയെങ്കിൽ യേശുവിന്റെ വരവ് ഇങ്ങനെയാണ്, കള്ളൻ വരുന്നത് പോലെ. ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് പിതാവിനല്ലാതെ സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടി അറിയുന്നില്ല, യേശു കൂടി അറിയുന്നില്ല എപ്പോൾ വരുമെന്ന്. അങ്ങനെയെങ്കിൽ ആ യേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടി നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ കൽപ്പനയായ വിശ്വാസ സ്നാനം ആരെങ്കിലും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതും സ്വീകരിച്ച്, ഞാൻ പറഞ്ഞതുപോലെ ദൈവാത്മാവ് പറഞ്ഞതുപോലെ ആരെങ്കിലും കർത്താവിന്റെ വേല ചെയ്യുവാൻ ആരെങ്കിലും അധൈര്യപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മേൽ വിളിയുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക തന്നെ വേണം. നിങ്ങൾ പോകേണ്ടിയെടുത്ത് വേറൊരാൾക്ക് പോകാൻ പറ്റത്തില്ല. ആ ദെക്കപ്പൊലിയും അവന്റെ ആ വീട്ടുകാരെയും സുവിശേഷീകരിക്കുവാൻ ആ ദെക്കപ്പൊലി ദേശത്തെ അവനെ കൊണ്ട് ദൈവം ചെയ്തെങ്കിൽ നിങ്ങൾ പോകേണ്ട സ്ഥാനത്ത് നിങ്ങൾ പോയാൽ മാത്രമേ പറ്റൂ. യേശു പോലും ശിഷ്യന്മാര് പോലും ആ ദേശത്ത് നേരത്തെ ശുശ്രൂഷിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ ഒരു ദൗത്യമാണ് നിങ്ങളുടെ മേലുള്ളത്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല നിമിഷത്തിനായി സ്തോത്രം. കർത്താവ് ഇത്രയും സമയം വചനത്തിൽ ശുശ്രൂഷിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചതിനായി നന്ദി പറയുന്നു. ഈ വചനം കേട്ടവരുടെ മേൽ ഒരു അസാധാരണമായ ദൈവശക്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മേലൊരു ദൗത്യമുണ്ടല്ലോ കർത്താവെ. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്ത പ്രകാരം യാക്കോബിനെ തിരഞ്ഞെടുത്തതുപോലെ ഞങ്ങളെ മൂർച്ചയേറിയതും ദൈവമേ പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കും. ഞങ്ങൾ പർവ്വതങ്ങളെ പൊടിക്കും കർത്താവെ. ഞങ്ങളുടെ മേൽ വെളിപ്പെടുന്ന കർത്താവെ ആ ദൈവശക്തിയെ ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ. കാറ്റ് കർത്താവെ അതിനെ അതിനെ മാറ്റിക്കളയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ വചനപ്രകാരം ജീവിക്കുക, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഈ ലോകത്തിന്റെ മോഹങ്ങളിലൊന്നും അകപ്പെടാതെ കർത്താവെ, നന്മയും പ്രസാദം എന്തെന്ന ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് രൂപാന്തരപ്പെട്ട് മനസ്സുറപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ അല്പകാലത്തെ അല്പസുഖത്തിനു വേണ്ടി കർത്താവെ ആ 2 ഗോത്രം കർത്താവെ ആ ദൈവമേ സ്തോത്രം വാഗ്ദത്ത ദേശത്ത് പോകാതെ നിന്നപ്പോൾ കർത്താവ് പിന്നൊരു കാലഘട്ടത്തിൽ കർത്താവെ ദെക്കപ്പൊലി ദേശത്ത് കർത്താവെ ആ ഭൂതഗ്രസ്തൻ അവിടെ വന്നെങ്കിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം കർത്താവെ ദൈവത്തിന് ഹിതമാണെന്നോ ദൈവം പറഞ്ഞതാണെന്നോ ഞങ്ങൾ അറിയുവാൻ കർത്താവ് സഹായിക്കണം. അതിനുവേണ്ടി ഞങ്ങളെ ഒരുക്കും കർത്താവെ. ഈ ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ച എല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കും കർത്താവെ. ഇതിന്റെ അഡ്മിനായിരിക്കുന്ന കർത്താവെ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകളെയും കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വരവിന് വേണ്ടി ഒരുക്കും കർത്താവ്. അങ്ങനെ തന്നെ ചെയ്യും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇത്രയും സമയം ലൈവിൽ എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും എൻ്റെ ക്രിസ്തീയ വന്ദനങ്ങളെ അറിയിക്കുന്നു. നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ഈ വചനം പല അത്ഭുതങ്ങളും കൊണ്ടുവരുവാൻ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. താങ്ക് യു.